താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്, ബി ഏരിയാസ് ചാവറ, സി മഹാദേവ് ഗോവിന്ദ റാനഡെ, ഡി വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. മഹാദേവ് ഗോവിന്ദ റാനഡെ മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പരിഷ്കർത്താവും ദേശീയ നവോത്ഥാന നായകനുമാണ്. ബാക്കി എല്ലാ പേരും കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ്. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 4. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. എ 1, 2, 3 മാത്രം, ബി 2, 3, 4 മാത്രം, സി 4 മാത്രം, ഡി എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 മാത്രം. 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം, ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, ഡി പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 അംഗീകരിച്ചത് 1992 വേദി റിയോ ഡി ജനേറിയോ ബ്രസീലാണ്. വേദി റിയോ ഡി ജനേറിയോ ബ്രസീലാണ്. അജണ്ട 21 അംഗീകരിച്ചത് 1992 അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 2. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 3. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ബി TK മാധവൻ, സി AK ഗോപാലൻ, ഡി രാമകൃഷ്ണപിള്ള. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ AK ഗോപാലൻ. ആദ്യ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു AK ഗോപാലൻ. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. AK ഗോപാലൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഓപ്ഷൻ എ NV കൃഷ്ണവാര്യർ, ബി MT വാസുദേവൻ, സി K അയ്യപ്പൻ, ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും. ഉത്തരം ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. 2. തെങ്ങിൽ നിന്ന് തേങ്ങ താഴെ വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. 3. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, ബി തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, സി തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ, ഡി തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 2. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. 3. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. എ കസാൻ റഷ്യ, ബി കെയ്റോ ഈജിപ്ത്, സി ദുബായ് UAE, ഡി ബീജിംഗ് ചൈന. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഉത്തരം ഓപ്ഷൻ എ കസാൻ റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓപ്ഷൻ എ കസാൻ റഷ്യ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബർ 22, 24 തീയതികളിൽ റഷ്യയിലെ കസാൻ നഗരത്തിൽ നടന്നു. ഇത് ബ്രിക്സ് വിപുലീകരിക്കുന്നതിന് ശേഷമുള്ള ആദ്യ ഉച്ചകോടിയായിരുന്നു. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബർ 22, 24 തീയതികളിൽ റഷ്യയിലെ കസാൻ നഗരത്തിൽ നടന്നു.
താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ അരുൾനൂൽ, ബി ആദിഭാഷ, സി വേദാധികാര നിരൂപണം, ഡി നവമഞ്ജരി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ജരി. അരുൾനൂൽ അയ്യ വൈകുണ്ഠയുടെ പ്രധാന കൃതിയാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതിയാണ്. വേദാധികാര നിരൂപണം രചിച്ചതും ചട്ടമ്പി സ്വാമികളാണ്. അതുകൊണ്ട് ഉത്തരം ഡി നവമഞ്ജരി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏത്? 1 മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. 2 പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3 കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ബി 2ഉം 3ഉം മാത്രം, സി 3 മാത്രം, ഡി എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 1 മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. 2 പോലീസ് സേനയുടെ മേധാവിയാണ് DGP. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? 1 അമ്മു സ്വാമിനാഥൻ, 2 ദാക്ഷായണി വേലായുധൻ, 3 രാജകുമാരി അമൃത്കർ, 4 സരോജിനി നായിഡു. ഓപ്ഷൻ എ 1 മാത്രം, ബി 1ഉം 2ഉം മാത്രം, സി 1ഉം 2ഉം 3ഉം മാത്രം, ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ എ AV കൊട്ടിമാളു അമ്മ, ബി ടി സുനന്ദാമ്മ, സി അക്കമ്മ ചെറിയാൻ, ഡി ആനി മസ്ക്രീൻ. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സുനന്ദാമ്മ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ഉറുദു പത്രം, ബി ഉറുദു മാസിക, സി ബംഗാളി പത്രം, ഡി ബംഗാളി മാസിക. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി മാസിക. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ബംഗാളി മാസിക. വന്ദേ മാതരം ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ദേശീയവാദ ബംഗാളി മാസിക ആയിരുന്നു. വന്ദേ മാതരം ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ദേശീയവാദ ബംഗാളി മാസിക ആയിരുന്നു. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്, ബി തോമസ് പെയിൻ, സി ജോർജ് വാഷിങ്ടൺ, ഡി ഹെൻറി കോർട്ട്. മനുഷ്യന് മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഉത്തരം ഓപ്ഷൻ എ ജോൺ ലോക്ക്. ജോൺ ലോക്കാണ് പ്രകൃതിദത്ത അവകാശങ്ങളുടെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ജോൺ ലോക്കാണ് പ്രകൃതിദത്ത അവകാശങ്ങളുടെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. സൺയാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? സൺയാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം, 4 സ്വാതന്ത്ര്യം. സൺയാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ഓപ്ഷൻ എ 1 മാത്രം, ബി 1ഉം 2ഉം, സി 1ഉം 2ഉം 3ഉം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം. 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? എ 190, ബി 191, സി 192, ഡി 193. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 193. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 24 സ്ഥാപിതമായത്. UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 24 സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിലാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? എ മംഗലാപുരം ഉടമ്പടി, ബി പാരീസ് ഉടമ്പടി, സി ഐക്സ്-ലാ-ഷപ്പൽ ഉടമ്പടി, സാൽബായ് ഉടമ്പടി. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഐക്സ്-ലാ-ഷപ്പൽ ഉടമ്പടി. യൂറോപ്പിലെ വാർ ഓഫ് ആസ്ട്രിയൻ സക്സഷൻ അവസാനിപ്പിച്ച ഈ ഉടമ്പടി ഇന്ത്യയിലെ ഒന്നാം കർണാടക യുദ്ധത്തിനും വിരാമമിട്ടു. യൂറോപ്പിലെ വാർ ഓഫ് ആസ്ട്രിയൻ സക്സഷൻ അവസാനിപ്പിച്ച ഈ ഉടമ്പടി ഇന്ത്യയിലെ ഒന്നാം കർണാടക യുദ്ധത്തിനും വിരാമമിട്ടു. ഒന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഐക്സ്-ലാ-ഷപ്പൽ ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ബി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, സി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഡി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല.
ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഏകദേശം 30 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിനും 30 ഡിഗ്രി തെക്കൻ അക്ഷാംശത്തിനും സമയമുള്ള ഉയർന്ന മർദ്ദ മേഖലകളാണ് ഇത്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? എ ആന, ബി കാണ്ടാമൃഗം, സി വരയാട്, ഡി പുലി. ഉത്തരം ഓപ്ഷൻ സി വരയാട്. വരയാട് അല്ലെങ്കിൽ നീലഗിരി താർ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനം വന്യമൃഗമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ജനസംഖ്യ ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി വരയാട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? എ സഹാറ മരുഭൂമി, ബി താർ മരുഭൂമി, സി കൽഹാരി മരുഭൂമി, ഡി ഗോപി മരുഭൂമി. ഉത്തരം ഓപ്ഷൻ ബി താർ മരുഭൂമി. രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നു. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ഗോദാവരി, ബി മഹാനദി, സി കാവേരി, ഡി നർമ്മദ. ഉത്തരം ഓപ്ഷൻ എ ഗോദാവരി. ഏകദേശം 1465 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കാറുണ്ട്. ഇത് മഹാരാഷ്ട്രയിൽ ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശ് വഴി ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശ് വഴി ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? എ മാലിദ്വീപ്, ബി ആൻഡമാൻ ദ്വീപ്, സി ലക്ഷദ്വീപ്, ഡി നിക്കോബാർ ദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം. ഉത്തരം സി ലക്ഷദ്വീപ്. 36 ദ്വീപുകൾ അടങ്ങുന്ന ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം കവരത്തിയാണ്. 36 ദ്വീപുകൾ അടങ്ങുന്ന ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം കവരത്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി ജവഹർലാൽ നെഹ്റു, സി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഉത്തരം ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. 3. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം, ബി 2ഉം 3ഉം 4ഉം മാത്രം, സി 2ഉം 3ഉം മാത്രം, ഡി എല്ലാം ശരി. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം മാത്രം. 2. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത്? 1. കലാപം നടന്നത് 1812-ലാണ്. 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് ഉപയോഗിച്ചത്. 3. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. എ 1ഉം 4ഉം മാത്രം, ബി 2ഉം 4ഉം മാത്രം, സി 2ഉം 3ഉം മാത്രം, ഡി 3ഉം 4ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. 3. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. എ സൈദ്, ബി മൺസൂൺ, സി റാബി, ഡി ഖാരിഫ്. ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫ്. നെല്ല്, ചോളം, പരുത്തി, സോയാബീൻ എന്നിവ ഖാരിഫിന്റെ പ്രധാന വിളകളാണ്. നെല്ല്, ചോളം, പരുത്തി, സോയാബീൻ എന്നിവ ഖാരിഫിന്റെ പ്രധാന വിളകളാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ റെസിഡ്യൂൾ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ എ ആരവല്ലി, ബി സഹ്യാദ്രി, സി ഏലമല കുന്നുകൾ, ഡി നീലഗിരി കുന്നുകൾ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി. ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകളിൽ ഒന്നാണ് ആരവല്ലി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.